എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനോദ് ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെന്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. നമ്മുടെ നോട്ടീസുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ അകാരണ ഭയം, അപകർഷതാബോധം, ആത്മഹത്യാ പ്രവണത, നിരാശ, മടി, ആലസ്യത എന്നിവ അകറ്റാനും എന്ന ഒരു പരസ്യത്തിൽ ഒരു വരി അങ്ങനെ പലപ്പോഴും കൊടുക്കാറുണ്ട്. ഇത് വായിച്ചിട്ട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നാൽ മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ ചികിത്സ ഉണ്ടോ എന്നോ പറയുന്നത് നല്ല ചോദ്യമാണല്ലേ. ഞാൻ ഇന്ന് അതിന് ഉത്തരം പറയാൻ പോവാണ്. മാനസിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. ലഘു മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതായത് ഏതൊക്കെയെന്ന് പറയാം. അകാരണ ഭയം പരിഹാരമുണ്ട്, അപകർഷതാബോധം പരിഹാരമുണ്ട്, ആത്മഹത്യാ പ്രവണത, നിരാശ, മടി, ആലസ്യത, ഇതിനെല്ലാം പരിഹാരമുണ്ട്. കാരണം ഇത്തരമുള്ള ലഘു മാനസിക പ്രശ്നങ്ങൾ ഒരു ലാക്ക് ഓഫ് മൈൻഡ് പവർ, അതായത് നിങ്ങളൊരു മനഃശക്തി കുറവുകൊണ്ട് നിങ്ങളിൽ വരുന്നതാണ്. അപ്പം ഇങ്ങനെ മനഃശക്തി കുറവ് കൊണ്ട് വരുന്ന പ്രശ്നത്തിന് പരിഹാരം ആ മനഃശക്തിയെ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. ഇന്ന് പല ആൾക്കാർക്കും ശരീരത്തിന് ശക്തിയുണ്ട്, ശരീരത്തിന് ശക്തി ഉണ്ടാക്കാൻ ജിമ്മിൽ പോകുന്നുണ്ട്, കറാട്ടയ്ക്ക് പോകുന്നുണ്ട്, കളരിക്ക് പോകുന്നുണ്ട്, ഓടുന്നു, ചാടുന്നു, മസിലുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇത്ര മസിലുകളുള്ള ആൾക്കാർക്ക് പോലും പലർക്കും എന്താ, മനസ്സിനതില്ല, ശക്തിയില്ല. കാരണം അതുകൊണ്ട് ശരീരത്തിന് എത്ര ആരോഗ്യം ഉണ്ടാക്കിയാലും മനഃശക്തി ഇല്ലെങ്കിൽ ആ ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ട് ഒരുപക്ഷെ ഫലം ലഭിക്കാതെ നമുക്ക് സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വേണ്ടത് എന്താണ്? ശരീരത്തിനെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ മനസ്സിന് എന്തുണ്ടാക്കണം? ബലം ഉണ്ടാക്കണം. ആ മാനസിക ബലത്തിന്റെ കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം ലഘു മാനസിക പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത്. ഓക്കെ, അതെങ്ങനെയാ പരിഹരിക്കുകയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ നാച്ചുറൽ ഹീലിംഗിൽ അതിന് നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഫിസിക്കൽ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യിച്ചുകൊണ്ട്, അതുപോലെ യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് ടെക്നിക്സുകൾ ഒക്കെ കൊടുത്തുകൊണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറാക്കിക്കൊണ്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. ആദ്യം പറഞ്ഞത് ബ്രീത്തിങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ എല്ലാ നെഗറ്റീവ് ഇമോഷനും നമ്മൾ ബ്രീത്തിങ് എന്തായിരിക്കും? ഫാസ്റ്റ് ആയിരിക്കും, അല്ലേ? ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിരിക്കും, ഭയം ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിരിക്കും, അല്ലേ? ഇതൊക്കെ അതുപോലെ എല്ലാ തരത്തിലെ നെഗറ്റീവിനും ബ്രീത്തിങ് നമ്മൾ ഫാസ്റ്റ് ആവും. അതേസമയം നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പഴയ ഗാനങ്ങളോ ഭക്തി ഗാനങ്ങളോ കേട്ട് ഇങ്ങനെ ചാരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് നമ്മൾ അറിയില്ല, അവിടെ ബ്രീത്തിങ് ലോങ് ആയിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഇമോഷണൽ ഫീലിങ്സ് അനുസരിച്ച് ബ്രീത്തിങ്ങിന് വ്യത്യാസമുണ്ട്. നെഗറ്റീവ് ഇമോഷൻസ് ബ്രീത്തിങ് ഫാസ്റ്റ് ആവുന്നു, പോസിറ്റീവ് റിലാക്സ് ഇമോഷൻസ് ബ്രീത്തിങ് ലോങ് ആവുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ മൈൻഡ് കാമായി വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ വയറ് അപ്സെറ്റ് ആയാലും, എന്ന് വെച്ചാൽ വയറിന് അസ്വസ്ഥതകൾ വന്നാൽ സ്വാഭാവികമായിട്ടും മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നിങ്ങൾ ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതേപോലെ തന്നെ മനസ്സിന് അസ്വസ്ഥത വയറിനെ ബാധിക്കുന്നു, വയറിൻ്റെ അസ്വസ്ഥത മനസ്സിനെ ബാധിക്കുന്നു, അല്ലേ? സാധാരണ സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് വയറ് കംഫർട്ടബിൾ ആക്കാൻ നമ്മൾ അസിഡിറ്റി, അതുപോലെ തന്നെ അൾസർ, ഗ്യാസ് പോലെയുള്ള അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ഒരു ഡയറ്റ്, ഒരു ഭക്ഷണ രീതി നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വയറ് കംഫർട്ടബിൾ ആയിരിക്കും, മൈൻഡും എന്തായിരിക്കും? റിലാക്സ് ആയിരിക്കും. പിന്നെ മറ്റൊരു പ്രധാന ഘടകം അമിതമായിട്ടുള്ള ചിന്തയാണ്, കാട് കയറിയ ചിന്തയാണ്. ആ കാട് കയറിയ ചിന്തയെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും കൂട്ടത്തിൽ കുറേ കൗൺസിലിങ്ങും കൂടെ ഇതിനുണ്ട്. കാരണം നമ്മൾ ഇൻ്റലക്ച്വൽ ലെവലിൽ കൗൺസിലിംഗ് കൊടുത്തിട്ട് എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്ന് വ്യക്തമായിട്ട് അവരെ ബോധ്യപ്പെടുത്തുക ചെയ്യാം. ഇപ്പം അമിതമായിട്ടുള്ള ദേഷ്യമുള്ള ഒരാൾ വരികയാണെങ്കിൽ ആ ആളെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത്. അവരത് റിയലൈസ് ചെയ്യുന്നു, ആ ശരിയാണ്, ദേഷ്യമല്ല, എൻ്റെ ക്ഷമയുടെ കുറവാണ്, ആ ക്ഷമ കുറവുള്ളത് കൊണ്ട് എന്നിലേക്ക് കടന്നു വരുന്നതാണ് ദേഷ്യം എന്നൊക്കെ കൗൺസിലിംഗിൽ നിന്ന് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തരം പ്രാക്ടീസുകൾ, ഫിസിക്കൽ കപ്പാസിറ്റി കൂടാനും ബ്രീത്തിങ് കപ്പാസിറ്റി കൂടാനും ഡൈജസ്റ്റീവ് സിസ്റ്റം ബാലൻസ് ചെയ്യാനുള്ള പ്രാക്ടീസുകളോടുകൂടി വരുമ്പോൾ അവർ ടോട്ടലി ശാരീരികമായിട്ടും മാനസികമായിട്ടും റിലാക്സ് ആവുകയും അവരെത്തരം ലഘു മാനസിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ,
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.